ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, കേരളത്തിലെ മാലിന്യ പ്രശ്നം അതിരൂക്ഷമാണ്. ഇതൊരു വേണ്ട തരത്തിൽ കൈകാര്യം ചെയ്യുന്നതിലുള്ള ഒരു പിടിപ്പുകേടാണ് പലപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള മാലിന്യം മുഴുവൻ തള്ളിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ ചില ജില്ലകളിലാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ വലിയ കലഹം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ നിന്ന് തിരികെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. എത്തിച്ചില്ലെന്നുണ്ടെങ്കിൽ അതിന് അവർ തന്നെ എത്തിക്കും എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. ഇത് ഒരു ഏജൻസി വഴി പോകുന്നതാണ്. പക്ഷെ എന്നാലും പിടിപ്പുകേടാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. അവനവൻ്റെ ഇടങ്ങളിൽ തന്നെ ഇത് വേണ്ട തരത്തിൽ സംസ്കരിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു ഭാഗമല്ലേ ഇത്? തിരുവനന്തപുരത്തെ മാലിന്യ സംസ്കരണം പറഞ്ഞാൽ മാലിന്യം എല്ലായിടത്തും പ്രശ്നങ്ങൾ തന്നെയാണ്. പല രൂപത്തിൽ സംസ്കരിച്ചൊക്കെ പോകും. ജൈവമാലിന്യം വേറെ പക്ഷേ തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം പറഞ്ഞാൽ ഒരു പുസ്തകം എഴുതാനുള്ള കഥയുണ്ട്. ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് വിളപ്പുശാല ഫാക്ടറി വരുന്ന അപ്പോഴാണ്, 10-30 വർഷം മുമ്പ്. അന്ന് മേയർ ശിവൻകുട്ടിയാണ് മേയർ, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിൻ്റെ കാലത്താണ് വിളപ്പുശാല ഫാക്ടറി വരുത്താൻ തീരുമാനിക്കുന്നത്. വിളപ്പുശാലയ്ക്ക് തിരഞ്ഞെടുത്ത സ്ഥലം തന്നെ ഒരു അത്ര അനുയോജ്യമായ സ്ഥലമല്ല. ഒരു നദിയുടെ കരമനയായിട്ട് ആറുമായി ബന്ധപ്പെട്ടതിൻ്റെ ഒരു ബ്രാഞ്ച് സ്ഥലത്താണ് ഇത് വെച്ച് വന്നത്. അത് തന്നെ ഒരു മലയുടെ താഴെ, അത് തന്നെ ഒരു അശാസ്ത്രീയത ഉണ്ടെങ്കിൽ പോലും അത് വന്നിട്ട് പക്ഷെ അതിനെ നമ്മൾ ഭംഗിയായി എന്ത് ചെയ്തില്ല, നടത്തിയില്ല. ഫാക്ടറിയെ നടത്തിയില്ലാതാക്കി. അഴിമതിയും ആവശ്യത്തിന് വേസ്റ്റ് കൊടുക്കാതെയും ചെന്നാൽ അവിടെ പ്രോസസ്സ് ചെയ്യാതെയും പിന്നെ ആളുകളെ വിശ്വാസത്തിൽ വലിയ കൊടിയ അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും പിന്നെ ഗുരുത്തക്കേടും കൊണ്ട് ആ ഫാക്ടറി പൂട്ടി. ജനങ്ങൾ സമരവും ചെയ്തു. ഫാക്ടറി പൂട്ടിയപ്പോൾ എന്താ സംഭവിച്ചത്? തുടങ്ങിയത് ഇടതുപക്ഷത്തിൻ്റെ കാലത്ത്, മേയറായിരിക്കുന്ന കാലത്താണ് ഈ ശിവൻകുട്ടി. പൂട്ടിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. പൂട്ടിയപ്പോൾ ഹൈക്കോടതിയിലൊക്കെ വലിയ കേസ്. ഹൈക്കോടതി പറഞ്ഞു പൂട്ടരുതെന്നൊക്കെ പറഞ്ഞത്. ഹൈക്കോടതി ഓർഡർ ഇട്ട് പൂട്ടരുതെന്ന്. പക്ഷേ അന്ന് ശക്തൻ MLA ആയിട്ട് കാട്ടാക്കടയിലെ MLA ആണ്. അപ്പം മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ശക്തമായിട്ട് പറഞ്ഞു എൻ്റെ മണ്ഡലമാണ്, അവിടെ ഇത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹവും വേറെ നിലപാടെടുത്തു ഈ ഫാക്ടറിക്ക് എതിർ. കാരണം മാലിന്യം ജനങ്ങൾ സമരം ചെയ്യുന്നതോടെ ജനങ്ങളെ കൂടെ നിന്നു. അങ്ങനെ ഫാക്ടറി പൂട്ടിയതോടുകൂടി കേരളത്തിൽ എന്താ സംഭവിച്ചത്? ഒരു സ്ഥലത്തും കേരളത്തിൽ പിന്നെ ഒരു ഫാക്ടറി തുറക്കാൻ ആരും അനുവദിക്കുന്നില്ല. ഫാക്ടറി തുറക്കാനേ പറ്റുന്നില്ല, എങ്ങും പറ്റുന്നില്ല. പക്ഷേ വിളപ്പുശാല സക്സസ് ആയിരുന്നെങ്കിൽ ഒരു 10-20 ഫാക്ടറി കേരളം തുറക്കാൻ അവിടെ കാണുമെന്ന് പറയാമല്ലോ നമുക്ക്. അതായത് സക്സസ് ആവുകയാണ്, ഇതുപോലെ ചെയ്യാം. പക്ഷെ അത് പരാജയപ്പെട്ടതോടുകൂടി ജനങ്ങൾ ഒരു ഭീതിയായി. ഫാക്ടറി വന്നാൽ പ്രശ്നമാണ്. പിന്നെ ഇങ്ങോട്ട് ഫാക്ടറികൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സ്ഥലത്തും നമുക്ക് കേന്ദ്രീകൃത സംവിധാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു നിൻ്റെ മാലിന്യം എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞു വേറെ ക്യാമ്പയിനായി വീടുകളിൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതും സക്സസ് ആവുന്നില്ല. വീടുകൾ ചെയ്യുക എന്ന് പറയുന്നതിനും പരിമിതിയുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റൽ മാലിന്യം അവർക്ക് ഒരു പരിമിതിയുണ്ട്, പരിധിയുണ്ട്. അതിനപ്പുറം അവർക്ക് സംസ്കരിക്കാൻ കഴിയില്ല. പാളയം, പിന്നെ നമ്മുടെ എന്താണ് ഇതുണ്ടല്ലോ ചാല മാർക്കറ്റ്, ഇവിടെയൊക്കെ ടൺ കണക്കിന് വേസ്റ്റാണ് വരുന്നത്. മലക്കറിയുടെയും മറ്റെല്ലാ പച്ചക്കറിയുടെയൊക്കെ. ഇതൊക്കെ എന്താ ചെയ്യുക? വലിയ പ്രശ്നമാണ്. അപ്പോഴാണ് ഗവൺമെൻറ് ഏജൻസികൾക്ക് കൊടുക്കാൻ തുടങ്ങിയത്. ക്ലീൻ കേരള കമ്പനി തുടങ്ങി. ഇത് കഥ പറഞ്ഞാൽ നല്ല രസമാണ്. ക്ലീൻ കേരള കമ്പനി തുടങ്ങി. അവർ പ്ലാസ്റ്റിക് മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ അവരെടുക്കുമായിരുന്നു. ഈ പച്ചക്കറി പോലുള്ള അതിൻ്റെ വേസ്റ്റ് ഒന്നും എടുക്കാതെ, ജൈവപരമായ വേസ്റ്റ് എടുക്കാതെ അജൈവമായ പിന്നെ കട്ടിയുള്ള മാലിന്യങ്ങളെല്ലാം അവരെടുത്ത് തുടങ്ങി. അവർ ക്ലീൻ കമ്പനി പലയിടത്തും കൊടുക്കും. അപ്പോൾ തമിഴ്നാട്ടിൽ ശരിക്കും പോകുന്ന എവിടെ നിന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്? പ്രോസസ്സിംഗ് യൂണിറ്റുകളുണ്ട്, റീസൈക്കിൾ ചെയ്തിട്ട് പ്ലാസ്റ്റിക്കിനെ റീസൈക്കിൾ ചെയ്യുക ഒക്കെ ചെയ്യാം. അവിടേക്ക് പോകുന്നു എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം പറയാറുണ്ട്, മലബാർ സിമൻസുകാർക്ക് എത്ര പ്ലാസ്റ്റിക് എടുത്തോളാമെന്ന് മലബാർ സിമൻസ് നേരത്തെ പറഞ്ഞൊരു കഥ കിടപ്പുണ്ട്. യഥാർത്ഥം അതൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. നമ്മൾക്കൊരു മിസ്മാനേജ്മെൻറ്റ് പിടിപ്പുകേടിൻ്റെ കഥകളാണ് ഞാൻ ഈ മൊത്തം പറയുന്നത്. റോഡ് ടാർ ചെയ്യാൻ നമുക്ക് പ്ലാസ്റ്റിക് നന്നായി ഉപയോഗിക്കാം, കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇപ്പം അത് പോയിട്ട് വേറെ സംവിധാനം വരുന്നുണ്ട്, നല്ല രസകരമാണ്. അതൊക്കെ വ്യാപകമായിട്ട് സമയം. നമ്മളെ ബോട്ടിലുണ്ടല്ലോ, നമ്മളെ ഈ വാട്ടർ ബോട്ടിലിനകത്ത് ഈ 50 പൈസ മറ്റേ ചെറിയ പ്ലാസ്റ്റിക് കവറുകളുണ്ടല്ലോ, ഈ കവറുകളെ ചുരുട്ടി അകത്ത് കയറ്റും. കയറ്റി കമ്പി കൊണ്ട് കയറ്റുമ്പോൾ ഒരു 10, 100, 200, 300 കവർ എവിടെ ഇരിക്കും? ഈ കുപ്പിക്കകത്തിരിക്കും. എന്നിട്ട് കുപ്പി അടയ്ക്കും. അപ്പം കുപ്പിക്ക് നല്ല കട്ടി വരും. ഇത് ഉപയോഗിച്ച് മതിൽ കെട്ടുകയാണ് ഇപ്പോൾ. സ്ട്രോങ് ആയിരിക്കും, നല്ല സ്ട്രോങ് ആയിട്ട്. ഒരുപാട് ലോകത്തൊക്കെ വലിയ സാങ്കേതിക വിദ്യയായിട്ട് വളർന്നു വരികയാണ്. മാത്രമല്ല നമ്മൾ തെങ്ങിന് തടവൊക്കെ ഇടുമ്പോൾ നമ്മൾ സാധാരണ ഈ സിമന്റ് കെട്ടിയൊക്കെ വയ്ക്കുമല്ലോ, മണ്ണ് ഒലിച്ചു പോകാൻ. അതിന് പകരമൊക്കെ ഇത് വെച്ച് ആ രൂപയിൽ പിന്നെ ചെടിച്ചട്ടികളുടെ സൈഡൊക്കെ വെച്ച് ഗാർഡനിങ്ങിലൊക്കെ വെച്ച് ആ രീതിയിൽ ഇതിനെ പ്രയോജനപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞപ്പോൾ പ്ലാസ്റ്റിക് നമുക്ക് പല രീതിയിൽ പ്രയോജനപ്പെടുത്തും. ഞാനൊരു ഐഡിയ പറഞ്ഞു. എൻ്റെ ഐഡിയ അല്ലത്, ഇങ്ങനെ ലോകത്ത് യൂട്യൂബിലൊക്കെ വളരെ ഇവിടെ തിരുവനന്തപുരത്തും പലരും അത് ചെയ്യുന്നുണ്ട്. കുഴപ്പനൊക്കൊന്നിലൊരു വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് കവർ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കവറെല്ലാം കൂടി കഴുകി വൃത്തിയാക്കി ഉണക്കി കുറേശ്ശെ കുത്തിക്കയറ്റി കപ്പിക്കുക. അപ്പോൾ 10, 30, 40, 50 കവറൊക്കെ. അതൊരു വലിയ പ്രോസസ്സിങ് ആയിരിക്കുമല്ലോ. അതൊരു രസമാണ്. വീട്ടുകാർക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പണിയാണത്.
അപ്പോൾ അങ്ങനെ ചെയ്യാം. പക്ഷേ അതും കൊണ്ട് കാര്യങ്ങൾ നിൽക്കില്ല. നമുക്ക് പ്രോസസ് യൂണിറ്റ് ആവശ്യമുണ്ട് വലിയ. നമ്മളിപ്പോൾ ചെയ്തത് എന്താണ്, ഇവിടെ നിന്നെടുത്ത് ഈ സബ് കോൺട്രാക്ടർ എടുത്തുകൊണ്ട് പോകും. കോൺട്രാക്ടർ എടുക്കും, അത് സബ് കോൺട്രാക്ടർ കൊടുക്കും. അവരെടുത്തുകൊണ്ട് പോയി തിരുനെൽവേലി, പിന്നെ തെങ്കാശി, നമ്മുടെ കന്യാകുമാരി ജില്ലകളുടെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും നദീതീരങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ടൺ കണക്കിന് ഡംപ് ചെയ്യും. ഇത് തമിഴ്നാട്ടിൽ വലിയ വിഷയമായി. ഇപ്പോൾ അണ്ണാമല BJP സംസ്ഥാന പ്രസിഡന്റ് ഇതിനെ സീരിയസ് ആയി ഏറ്റെടുത്തു. ഇപ്പോൾ ജനുവരിയിൽ ആ മാലിന്യം കൊണ്ട് കേരളത്തിൽ വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഉദ്യോഗസ്ഥരെല്ലാം പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അവിടുത്തെ ഹെൽത്ത് ആളുകളും എല്ലാം കൂടി കേരളത്തിൽ നമ്മുടെ അനുവാദമൊന്നും ഇല്ലാതെ, നമ്മളോട് മുന്നറിയിപ്പില്ലാതെ തിരുവനന്തപുരത്ത് വന്ന് ഇവിടെ ഏത് ഹോസ്പിറ്റലിലാണ് ഈ മാലിന്യം ഇത്രയും വരുന്നതെന്നൊക്കെ അവർ പരിശോധിച്ചിട്ട് പോയി. അവിടെ വലിയ പ്രശ്നമായിട്ട്. ശരിക്കും മാലിന്യ സംസ്കരണം എന്നൊക്കെ പറയുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നമായിട്ടാണ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്. പക്ഷെ അതൊരു സാമൂഹ്യ വിഷയമായി. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ വിഷയമായി. അതിങ്ങനെ വളർന്നു നോക്കണം ഒരു വിഷയം. പരിസ്ഥിതി വിഷയത്തിൽ നിന്ന് മാറി അതൊരു സാമൂഹ്യ വിഷയമാവുന്നു. അത് മാറിയിട്ട് അതൊരു രാഷ്ട്രീയ വിഷയമാവുന്നു. മാത്രമല്ല അത് രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള സംഘർഷത്തിലേക്ക് പോകുന്നു. മുമ്പ് പലപ്പോഴും നമ്മൾ ജലത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വത്തിന്റെ പേരിലോ സ്വർണത്തിന്റെ പേരിലായിരുന്നു അടി. മാലിന്യം ഒരിടത്ത് ഉണ്ടാക്കിയത് വേറെ സ്ഥലത്ത് കൊണ്ട് തട്ടിയതിന്റെ പേരിൽ ആ രണ്ട് സ്റ്റേറ്റ് തമ്മിലോ രാജ്യങ്ങൾ തമ്മിലോ സംഘർഷത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സമവായത പോകുന്നു നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ പുതിയ സംസ്കാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം വലിയ പ്രതിസന്ധിയാണ്. നമ്മൾ പലപ്പോഴും നേരത്തെ വിജയൻ സാറായിരുന്ന ഞാനായാലും നമ്മൾ പല ചാനലുകളിലും പല രൂപത്തിലും പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ വളരെ ആഗോളപ്പെട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ എന്തിനാണ് ഇത്രയും ആവേശപ്പെടുന്നതെന്ന് ചോദിക്കും. ഇപ്പോൾ നോക്കൂ, നമ്മൾ ആഗോളപ്പെടുന്നതിൽ കാര്യമുണ്ട്. ആ മാലിന്യ സംസ്കരണമൊന്നും കൃത്യമായി നടക്കാത്തതുകൊണ്ട് അത് മറ്റൊരു സ്റ്റേറ്റിൽ കൊണ്ടിടുന്നു. ആ സ്റ്റേറ്റുകാരൻ അവിടെ നിന്ന് ജനങ്ങൾ ബുദ്ധിമുട്ടാവുന്നു, അവിടെ സമരമാകുന്നു, അത് പൊളിറ്റിക്കൽ വിഷയമായി മാറുന്നു. അവിടുത്തെ DMK ഗവൺമെന്റിനെതിരെ ഇതെങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്ന് BJPയും മറ്റു കാര്യങ്ങളും അതിൻ്റെ സമരത്തിൻ്റെ കാര്യത്തിലേക്ക് പോകുന്നു. അവർ ഗവൺമെൻറ് നമ്മുടെ സ്റ്റേറ്റുമായി തർക്കത്തിൽ വരുന്നു, ഉദ്യോഗസ്ഥലത്തിൽ തർക്കം നടക്കുന്നു. വലിയ പ്രതിസന്ധി, ബ്യൂറോക്രാറ്റിക് പ്രതിസന്ധിയിലേക്ക് പോകുന്നു, പൊളിറ്റിക്കൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നു, രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള സംഘർഷത്തിലേക്ക് പോകുന്നു. വല്ലാതെ വിഷയം വളരുന്നു. സിമ്പിളാണ് കാര്യം. നമ്മളുടെ ഒരു പ്രദേശത്തുണ്ടാകുന്ന വേസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രമാത്രം കൺസ്യൂമറിസം ഉണ്ട്. വേസ്റ്റൊക്കെ ധാരാളമാണ് വീട്ടിൽ വരുന്നത്. നമ്മൾ പ്ലാസ്റ്റിക്കിനെ കുറിച്ചൊക്കെ പറയുമല്ലോ, മല്ലി, മുളക്, കടുക്, ജീരകം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും വരുന്നത് പ്ലാസ്റ്റിക് പാക്കറ്റിലാണ്. ഇപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്താൽ അതും വരുന്നത് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ അതുപോലത്തെ കോയിൻ പേപ്പറുകളിലൊക്കെയാണ് വരുന്നത്. ഇതെല്ലാം കമ്പോണൻറ്റിൽ വരുന്നതാണല്ലോ. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. പിന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ട്യൂബ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഒരു വീട്ടിൽ ബാലൻസ് വരും ഓരോ മാസവും. ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഒരുപാട് സാധനമാണ്. ഇപ്പോൾ കുറേ എടുക്കുന്നുണ്ട്, ഹരിതകർമ്മസേനയൊക്കെ കുറച്ച് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് വീട്ടിൽ നിന്നൊക്കെ. പക്ഷേ എങ്കിലും ഇത് വേണ്ടത്ര രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എത്തുന്നില്ല. അപ്പോൾ അത് ഫീസ് കൊടുക്കണമെന്ന് അറിയത്തില്ല. ഇനി പ്രോസസ് യൂണിറ്റ് ഫീസ് എടുക്കുമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണോ ഇവർ ഈ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ട് തള്ളിയിട്ട് വരുന്നത്? ടൺ കണക്കിനാണ് ലോറി കൊണ്ട്, എളുപ്പമല്ലേ, ടിപ്പർ ലോറിയല്ലേ, ഡ്രൈവർ തന്നെ ഒന്ന് സ്വിച്ച് ചെയ്യുമ്പോൾ പൊങ്ങും, വന്ന് മറിച്ചിട്ട് ഇനി വരാമല്ലോ. പക്ഷേ അത് അവിടെ വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവർ വലിയ സമരത്തിലാണ്, ജനങ്ങളും വലിയ സമരത്തിലാണ് അവിടെ. ഇപ്പോൾ അത് വലിയ വിഷയമായി, സ്റ്റേറ്റുകൾ തമ്മിലുള്ളൊരു വിഷയമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഈ വിഷയം പത്രത്തിൽ വായിച്ചുകൊണ്ട് അവർ കേസ് കൊടുത്തു. സ്റ്റേറ്റിനോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? പിഴയും ചിലപ്പം വരും ഇവിടെ. അപ്പോൾ നമ്മൾ ഒരു വശത്ത് ഇവിടെ ഇനി വേറെയും തമാശയുണ്ടെന്നറിയാമോ? ഇപ്പം December 25 കഴിഞ്ഞ നവംബർ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലം കൊണ്ട് കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സ്റ്റേറ്റാക്കി മാറ്റാനുള്ള ക്യാമ്പയിൻ നടക്കുകയാണ്. ആ സമയത്താണ് അപ്പുറത്തെ സ്റ്റേറ്റിൽ നമ്മൾ കൊണ്ടിട്ടെന്നും പറഞ്ഞുകൊണ്ട് അടി കിടക്കുന്നത്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? എവിടെയാണ് നമ്മുടെ ചിന്തകൾ? എവിടെയാണ് നമ്മുടെ സാങ്കേതിക വിദ്യ? ഏത് സംവിധാനത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്? പക്ഷെ നമ്മളിപ്പോഴും ഈ ശാസ്ത്രീയമായിട്ട് ഇത് പരിഹരിക്കാൻ ഒരു സംവിധാനം കിട്ടുന്നില്ല. ഇപ്പൊ വിളപ്പിൽശാല വന്നു കഴിഞ്ഞപ്പോൾ അത് പിന്നെ അത് വലിയ വിവാദത്തിൽ. ബ്രഹ്മപുരം നമ്മൾ കത്തിച്ചു. ബ്രഹ്മപുരം കത്തിച്ചതെന്നാണ് പറയുന്നത്. അത് ഇൻഷുറൻസും കാശൊക്കെ അടിക്കാൻ വേണ്ടി അത് കത്തിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ ഓരോ സ്ഥലത്ത് ഫാക്ടറി വരുമ്പോൾ പ്രശ്നമാണ്. ഒരു സ്ഥലത്ത് ഫാക്ടറി വരെ സമ്മതിക്കത്തില്ല. ഫാക്ടറി വരുമെങ്കിൽ പ്രശ്നമാണ്. ഇപ്പൊ രാജാജി നഗറിൽ വരുമെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത്. അവിടുത്തെ മാലിന്യമൊക്കെ പരിഷ്കരിക്കാൻ വരുമെന്ന് പറയും. ചാലയിൽ ഒരു പ്ലാന്റ് വെക്കാൻ തീരുമാനിച്ചു. രാജാജി നഗറിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ആൾക്കാര് ഇപ്പൊ എതിർപ്പ് തുടങ്ങിയിട്ടുണ്ട് അവിടെ. അതുപോലെ ചാലയിൽ വരുമെന്ന് പറഞ്ഞു, എതിർപ്പ് തുടങ്ങി. പാലോട്, ഇതിന്റെ ഇടയ്ക്ക് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ കുറച്ച് സ്ഥലം പാലോട് എന്ന് പറയുന്ന പൊന്മുടിക്ക് അടുത്തോടെ കിടന്നു. അവിടെ ചെയ്യാൻ ശ്രമിച്ചു, ഒരു പ്ലാന്റ് കൊണ്ടുവരാൻ. അത് നടന്നില്ല. അപ്പം ഇത് വിളപ്പിശാല പരാജയപ്പെട്ടുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ പറയുന്നത്. പണ്ട് നെട്ടുകാലത്തേരിയും വന്നതാണ്. നെട്ടുകാലത്തേരിയും. അപ്പൊ എവിടെ ഇത് വരാൻ ശ്രമിച്ചാലും, മാലിന്യ സംസ്കരണം വരാൻ ശ്രമിച്ചാലും അതൊന്നും പ്രായോഗികമായിട്ട് ജനങ്ങൾ സമ്മതിക്കുന്നില്ല, കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് പോവാണ്. ഈ പ്രതിസന്ധി ആദ്യം നമ്മുടെ റോട്ടിലും നമ്മുടെ തോട്ടിലും നമ്മുടെ പുഴകളിലൊക്കെയാണ് കിടന്ന് പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ആ പ്രതിസന്ധി ആർക്കായി? എൻ്റെ മാലിന്യം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ മാലിന്യം അപ്പുറത്തെ സ്റ്റേറ്റുകാർക്ക്. കേട്ടാൽ നല്ല സുഖമല്ലേ? അവിടെ കണ്ട ആളൊഴിഞ്ഞ സ്ഥലത്തിട്ട് തുടങ്ങി. വലിയ പ്രശ്നമാണിപ്പോൾ.
അപ്പോൾ ഇതിന് കൃത്യമായി പരിഹാരം ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. സാങ്കേതിക വിദ്യയുടെ കുറവുണ്ട് സാറേ. നമ്മുടെ വീട്ടിലുള്ള മാലിന്യം കൃത്യമായി സംസ്കരിക്കാനുള്ള പലതും ഉണ്ട്. പക്ഷേ അത് വളരെ ശാസ്ത്രീയമായി ഏറ്റവും ഇപ്പം മൊബൈൽ ഫോൺ പുതിയത് ഇറങ്ങി വളരെ വിശ്വസനീയമാണ്. നമ്മൾ മേടിക്കും, പൈസ കൊടുത്ത് മേടിക്കും. അതുപോലെ ചെറിയ പൈസ വന്നാൽ ആളുകൾ മേടിച്ച് വയ്ക്കും. പക്ഷേ അത്രയും ശാസ്ത്രീയമായ സാധനങ്ങൾ കണ്ടുപിടിച്ച് വരുന്നില്ല. കളക്ട് ചെയ്യുന്നതിന് വളരെ പ്രോസസ്സ് ചെയ്ത് കളക്ട് ചെയ്യുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് നമ്മുടെ ആക്രി കടക്കാരുണ്ടല്ലോ കേരളത്തിൽ, ആക്രി വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട്. അവർ ഈ സാധനങ്ങൾ പലതും വാങ്ങുന്നില്ല, പലതും എടുക്കത്തില്ല, പേപ്പറൊക്കെ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് അവരുമായിട്ടൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ കൃത്യമായി ചില ഫാക്ടറികൾ തുടങ്ങേണ്ടി വരും. നിർബന്ധം കൊണ്ടെങ്കിലും കുറേ ഫാക്ടറി തുടങ്ങേണ്ടി വരും. ഇടയ്ക്ക് മിഡിൽ ലെവലുള്ള ഫാക്ടറികൾ തുടങ്ങേണ്ടി വരും. വോളിയം കുറവുള്ള താഴെത്തലങ്ങളിലുള്ള പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ച് തുടങ്ങേണ്ടി വരും. പിന്നെ കളക്ഷൻ വേണ്ടി വരും. പിന്നെ പേപ്പർ ഉൽപ്പന്നങ്ങൾ, വാഴയില ഉൽപ്പന്നങ്ങൾ, പകര ഉൽപ്പന്നങ്ങളുണ്ട്. അതൊന്നും വ്യാപകമായിട്ട് കിട്ടുന്നില്ല. നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന പറയുമ്പോൾ പകരം ഒരു സാധനം കിട്ടാനില്ല മാർക്കറ്റിൽ. അതെല്ലാം വ്യാപകമായിട്ട് കിട്ടണം. വളരെ വ്യാപകമായിട്ട് സർക്കാരിൻ്റെ യൂണിറ്റുകളൊക്കെ ആരംഭിക്കണം. അത്തരത്തിൽ പിന്നെ ഒരു പുതിയ സംസ്കാരത്തിൻ്റെ പ്രശ്നമുണ്ട്. വലിച്ചെറിയാത്തൊരു സംസ്കാരം വേണമല്ലോ നമുക്ക്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിക്കൊണ്ടേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് വലിയ ഇപ്പം ദേശീയ ഹരിത കേസെടുത്തു, പരിസ്ഥിതി വിഷയം മാറി, സാമൂഹ്യ വിഷയമായി, അതൊരു സാംസ്കാരിക വിഷയമാകുന്നു, സ്റ്റേറ്റിൻ്റെ വിഷയങ്ങളാകുന്നു, രാഷ്ട്രീയ വിഷയമാകുന്നു. ആ തരത്തിലേക്ക് ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. മാറിയെന്ന് പറഞ്ഞാൽ പോരാ, വളരുകയാണ് എൻ്റെ രൂപം. അത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. അപ്പോൾ നേരത്തെ പോലെ പരിസ്ഥിതി വിഷയം മാത്രമല്ല, ഇതിപ്പോൾ ഒരു സാമൂഹിക രാഷ്ട്രീയ ഇൻ്റർ സ്റ്റേറ്റ് വിഷയമായി. ഇപ്പോൾ മുല്ലപ്പെരിയാർ നമ്മൾ ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ ഇൻ്റർ സ്റ്റേറ്റ് വിഷയം. ഇനി നാളെ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് പേരൊന്ന് കളിക്കോളെ പാറശാലയൊക്കെ ഒഴിഞ്ഞിടത്ത് കൊണ്ടിട്ടിട്ട് പോയാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ അണ്ണാമല പറഞ്ഞിരിക്കുന്നത് അതാണ്, ഞങ്ങൾ ഈ വേസ്റ്റ് എല്ലാം എവിടെ കൊണ്ടിടുമെന്ന, തിരിച്ച് ലോറി കയറ്റി കേരളത്തിൽ കൊണ്ടിടുമെന്നാണ് ഭീഷണി. ജനുവരിയിൽ പറഞ്ഞ, ഇപ്പോൾ ഡിസംബറാണ്, ജനുവരിയിൽ. അപ്പോൾ അതിനിടയ്ക്ക് കേസൊക്കെ വന്നതുകൊണ്ട് എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും നമ്മൾ വളരെ പ്രതിസന്ധിയിലേക്കാണ് ആ കാര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ നടപടികൾ എല്ലാ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും സാങ്കേതിക വിദ്യകളുടെ ഭാഗത്തുനിന്നും എല്ലാ ഭാഗത്തുനിന്നും കൃത്യമായ നടപടി ഉണ്ടായിക്കൊണ്ട് മാത്രമേ മാലിന്യം നമുക്ക് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ല മറ്റ് സ്റ്റേറ്റിൽ കൊണ്ടിട്ടതുകൊണ്ട് ആ പ്രശ്നം തീരില്ല.